നമ്മളിനി കാണാൻ പോകുന്നത് സെൽ റെപ്രസെന്റേഷൻ ആണ്. എങ്ങനെയാണ് നമുക്കൊരു ഗാൽവനിക് സെല്ല് റെപ്രസെന്റ് ചെയ്യേണ്ടത്, അപ്പൊ റെപ്രസെന്റ് ചെയ്യാൻ എന്തെങ്കിലും റൂൾ ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസും അതിന്റെ അപ്ലിക്കേഷനും വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്നത് സെൽ റെപ്രസെന്റേഷൻ ആണ് ആദ്യം കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ലോൺ എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞതായിരുന്നു. അതായത് ലെഫ്റ്റ് ആണ്, ഇത് ഓക്സിഡേഷൻ ആണ്, അതേസമയം ഇതെന്ന് പറയുന്നത് ആനോഡാണ്, അതേപോലെ നെഗറ്റീവ് ആണ്. ഇത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോ ഇവിടെ നമ്മൾ ഗാൽവനിക് സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ Zn ആൻഡ് കോപ്പർ, Zn ഉം കോപ്പറും തമ്മിൽ ഫോം ചെയ്യുന്ന ഗാൽവനിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Zn എന്ന് പറയുന്നത് ആനോഡും കോപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, കാഥോഡും ആയിരിക്കും. അപ്പൊ ഇവിടെ Zn നടക്കുന്ന റിയാക്ഷൻ നമുക്കറിയാം, ഓക്സിഡേഷൻ ആണ്. Zn gives Zn2++2 ഇലക്ട്രോൺ. കോപ്പർ എന്ന് പറയുന്ന സംഗതി Cu2++2 ഇലക്ട്രോൺ gives you കോപ്പർ സോളിഡ്. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷനുകളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പക്ഷെ ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും ആനോഡ് തന്നെയാണ് എഴുതേണ്ടത്. ലെഫ്റ്റ് പാർട്ട് മസ്റ്റ് ബി ആനോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സെഡിൽ നിന്ന് എഴുതാൻ തുടങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു ബാർ കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, Zn2+ എന്ന് കൊടുക്കണം, Zn2+. എന്നിട്ട് നമ്മൾ ഒരു പാരലായിട്ട് രണ്ട് ലൈൻ കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സോൾട്ടർ ബ്രിഡ്ജ് ആണ് അതുകൊണ്ട് മെയിൻ ചെയ്യണത്. അപ്പോ നമ്മൾ ലെഫ്റ്റ് പോർഷൻ, അപ്പൊ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്. ലെഫ്റ്റ് പോർഷൻ എപ്പോഴും ആർക്കാണെന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, ആനോഡിനാണ് ലെഫ്റ്റ് പോർഷൻ. അപ്പൊ ലെഫ്റ്റ് പോർഷൻ മസ്റ്റ് ബി ഫോർ ആനോഡ്. ഇനി റൈറ്റ് പോർഷൻ ഈസ് ഫോർ കാഥോഡ്. അപ്പൊ കാഥോഡ് എഴുതുമ്പോൾ നിങ്ങൾ അയോണിൽ നിന്ന് എഴുതാൻ തുടങ്ങണം, മെറ്റൽ അയോണിൽ നിന്ന് എഴുതാൻ തുടങ്ങണം. അതായത് Cu2+ ബാർ Cu. അപ്പൊ Zn എന്ന് പറയുന്നത് ഇവിടെ Zn സോളിഡ് ആയിരുന്നു, ഇത് Zn2+ aqueous, ഇത് Cu aqueous ആയിരുന്നു, Cu എന്തായി മാറി, സോളിഡ് ആയി മാറി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സെൽ റെപ്രസെന്റേഷൻ എഴുതേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ആനോഡ് പാർട്ട് ആയിരിക്കണം, അതേപോലെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ആരായിരിക്കണം, കാഥോഡ് ആയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ആനോഡ് എഴുതുമ്പോൾ മെറ്റലിൽ നിന്ന് തുടങ്ങി ചാർജിൽ അവസാനിക്കണം. കാഥോഡ് എന്ന് പറയുമ്പോൾ ചാർജിൽ തുടങ്ങിയിട്ട് മെറ്റലിൽ അവസാനിക്കണം. ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിനാണ് നമ്മൾ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതായിരിക്കും സെൽ റെപ്രസെന്റേഷൻ ചെയ്യുമ്പോഴുള്ള ഒരു കൃത്യമായിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? ചില ആൾക്കാർ ഇതിനെ നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയാറുണ്ട്, അതിന് ഷോർട്ടായിട്ട് SHE അല്ലെങ്കിൽ NHE എന്നുള്ള പേരിൽ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകും. So give the heading standard hydrogen electrode. അപ്പൊ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ചെയ്യും. അപ്പോൾ അതിന് മുന്നേ എന്താണ് ബേസിക്കലി SHE എന്ന് വെച്ച് കഴിഞ്ഞാൽ, SHE എന്ന് പറയുന്നത് റെഫറൻസ് ഇലക്ട്രോഡാണ്. ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആണെന്ന് പറയുന്നത് നല്ലത്. അപ്പൊ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ അറിയില്ലെങ്കിൽ ആ അൺനോൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോഡിനെയാണ് നമ്മൾ പ്രൈമറി സ്റ്റാൻഡേർഡ് റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ അൺനോൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, ഇപ്പൊ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ സിങ്ക്, കോപ്പർ ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ കൃത്യമായിട്ട് അതന്നെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് കണ്ടെത്തുന്നത് ആരുടെ സഹായം കൊണ്ടാണ്, ഈ പറയുന്ന റെഫറൻസ് ഇലക്ട്രോഡിന്റെ സഹായം കൊണ്ടാണ്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡും സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡും ഉണ്ടാവും. അപ്പോൾ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണ് SHE. സെക്കൻഡറി റെഫറൻസ് ഇലക്ട്രോഡ് നിങ്ങൾക്ക് +2 ലെവലിൽ പഠിക്കാനായിട്ടില്ല, എങ്കിലും പറഞ്ഞുതരാം ഇത് എന്താണ് സംഗതി എന്നുള്ളത്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും 0 ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ഗാൽവനിക് സെല്ല് ഫോം ചെയ്യാണ്, സിങ്കും ഒരു പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ SHE ആണ്. അപ്പോൾ SHലെ പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ടും നമ്മുടെ വോൾട്ട് മീറ്ററിൽ ഡയറക്റ്റ് ആയിട്ട് കാണിക്കുന്ന റീഡിംഗ് വഴി നമുക്ക് എന്ത് കണ്ടെത്താം, സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്താം. അല്ലെങ്കിൽ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡിനായിട്ട് ഏത് ഇലക്ട്രോഡാണോ നമ്മൾ കണക്ട് ചെയ്യുന്നത് അവരുടെ ഡയറക്റ്റ് ആയിട്ട് അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് അനലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോ പൊട്ടൻഷ്യൽ അറിയാൻ പാടാത്ത ഇലക്ട്രോഡിനെ നമ്മൾ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഈ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവരുടെ പൊട്ടൻഷ്യൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതേസമയം SHE എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ഇലക്ട്രോഡിന്റെ എക്സാമ്പിൾ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ ഈ ഡയഗ്രാം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ SH
സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ 1 മോളാർ H പ്ലസ് സൊല്യൂഷൻ ആയിരിക്കണം. 1 മോളാർ H പ്ലസ് സൊല്യൂഷൻ. 1 മോളാർ H പ്ലസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ യൂഷ്വലി HCl ആണ് എടുക്കാറ്. 1 മോളാർ HCl സൊല്യൂഷൻ ആണ് എടുക്കാറ്. പിന്നെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ ആണ് നമ്മൾ ടെമ്പറേച്ചർ ഇവിടെ ചൂസ് ചെയ്യാറ്. 298 കെൽവിൻ. പിന്നെ നമുക്ക് പ്രഷർ എന്ന് പറയുന്നത് 1 atm പ്രഷറും ആയിരിക്കണം. 1 atm പ്രഷർ. ഓക്കെ, 1 atm പ്രഷറിലാണ് ഹൈഡ്രജൻ ബബിൾ ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം SH ഡയഗ്രാം ഒന്ന് നിങ്ങൾക്ക് വരച്ച് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു ഹോളിലൂടെയാണ് ഈ ഗ്ലാസ് ട്യൂബിനകത്തേക്ക് ആര് ഗ്യാസ് പാസ് ചെയ്യുന്നത്? H2 ഗ്യാസ് 1 atm നമ്മൾ പാസ് ചെയ്യുന്നത്. ഇനി ഈ ലോങ് ഗ്ലാസ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു 1 മോളാർ H പ്ലസ് അയോൺ സൊല്യൂഷനിലാണ്. അപ്പൊ 1 മോളാർ H പ്ലസ് സൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു 1 മോളാർ HCl തന്നെയാണ്. നമ്മൾ 1 മോളാർ HCl ആണ് സാധാരണ പർപ്പസ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പൊ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന വഴി അപ്പൊ ഇതിന് നിങ്ങൾക്ക് ഒരു 2-3 ബബിൾസ് ഒക്കെ നിങ്ങൾക്ക് കാണിക്കാം. ഇത് ഗ്യാസ് ബബിൾസ് ആണ്. അപ്പൊ ഗ്യാസ് ബബിൾസ് വരാൻ കാരണം നമ്മൾ ഇതിന് ഹൈഡ്രജൻ ആണ് കൊടുക്കുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കാണ് പിന്നെ പോകുന്നത്. ഇതെന്ന് പറയുന്നത് പ്ലാറ്റിനം വയർ ആയിരിക്കും. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റിനം ഫോയിലാണിത്. പ്ലാറ്റിനം ഫോയിലാണ്. അപ്പൊ ഇതാണ് ചുരുക്കത്തിൽ നമ്മുടെ SH എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ഇതാണ് SH എന്ന് പറയുന്നത്. ഈ ഒരു ഡയഗ്രാമാണ്. ഈ ഒരു ഡയഗ്രാമിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇത് എന്തുകൊണ്ടാണ് ഗ്യാസ് ഇലക്ട്രോഡ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഹിയർ എ മെറ്റൽ ഇലക്ട്രോഡ് ദാറ്റ് ഈസ് പ്ലാറ്റിനം ആണ്. പ്ലാറ്റിനം മെറ്റൽ ആണ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് വി ആർ പാസിംഗ് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ ടു എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 മോളാർ H പ്ലസ് അയോൺ സൊല്യൂഷൻ. So that's why they are calling as gas electrode. നമ്മളൊരു ഗ്യാസ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നത് ഈ ഗ്യാസ് എന്ന് പറയുന്നത് സെയിം അയോൺ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷനിലേക്കാണ് ഈ ഹൈഡ്രജൻ നമ്മൾ പാസ് ചെയ്യുന്നത്. കാരണം ഇത് ഹൈഡ്രജൻ ആണ്. നമ്മൾ പാസ് ചെയ്യുന്നത് എന്ത് സൊല്യൂഷനിലേക്കാണ്? 1 മോളാർ H പ്ലസ് സൊല്യൂഷൻ. അതായത് ഹൈഡ്രജൻ തന്നെ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷനിലേക്കാണ് നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്നത്. അപ്പൊ അത് ഗ്യാസ് ഇലക്ട്രോഡിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കണ്ടീഷനാണ്. അങ്ങനെ സെയിം അയോൺ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷനിലേക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ ഗ്യാസ് നമുക്ക് പാസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള SH എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഇവിടെ ഇത് പ്ലാറ്റിനം വയറാണ്, പ്ലാറ്റിനം ഫോയിലാണ്. ഹൈഡ്രജൻ 1 atm പാസ് ചെയ്യുന്നു. 1 മോളാർ H പ്ലസ് സൊല്യൂഷനിലേക്കാണ് അറ്റ് ടെമ്പറേച്ചർ ഓഫ് 298 കെൽവിൻ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് 0 വോൾട്ട് ആണ് കാണിക്കുക. അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഈസ് കൺസിഡേർഡ് ആസ് 0. അപ്പൊ ഈ കണ്ടീഷൻ അത്രയും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമാണ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്താവുള്ളൂ? 0 എന്നുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കാണിക്കുകയുള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പൊ റഫറൻസ് ഇലക്ട്രോഡ് ആണ് SH എന്ന് പറയാനായിട്ടുള്ള കാരണം നിങ്ങൾക്ക് കൂടുതൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ SH എന്ന് പറയുന്നത് ഒരു സിങ്കിനായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ഇപ്പോൾ ഇവിടെ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കാം. അപ്പൊ SH ഞാൻ ഡയറക്റ്റ് ആയിട്ട് സിങ്കിനായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ SH യൂസ് ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. SH എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ഇലക്ട്രോഡ് ആണ്. എന്താണ് ഈ റിവേഴ്സിബിൾ ഇലക്ട്രോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? SH ക്യാൻ ആക്ട് ആസ് ബോത്ത് ആനോഡ് ആസ് വെൽ ആസ് കാഥോഡ്. ആനോഡ് ആയിട്ടും SH ആക്ട് ചെയ്യാം, അതേപോലെ തന്നെ കാഥോഡ് ആയിട്ടും SH ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എന്തുകൊണ്ട് എങ്ങനെയാണ് ആനോഡ് ആയിട്ട്, ഏത് കണ്ടീഷനിലായിരിക്കും SH ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? SH ആനോഡ് ആയിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ SHയുടെ കൂടെ കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് SHയേക്കാൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൂടിയ ആളായിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് താഴെ വരുന്ന ആളുകളാണ് കോപ്പർ, സിൽവർ, ഗോൾഡ്, ഫ്ലൂറിനൊക്കെ ഹൈഡ്രജന് താഴെ വരുന്ന ആളുകളാണ്. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആളുകളാണ്. അപ്പൊ SHയേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ SHയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ SH ആരായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ആനോഡായിട്ട് ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ? ഓക്സിഡേഷൻ ആയിരിക്കും.
അപ്പൊ SH ആനോഡ് ആവുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് H2 gives 2H2 gives 2H plus 2 H2 gives 2H plus 2 ഇലക്ട്രോൺ. അതായത് ഹൈഡ്രജൻ ഗ്യാസ് ആയിരുന്നു, അതെന്ത് ചെയ്തു, 2 ഇലക്ട്രോണിനെ പുറത്തേക്ക് വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 2H plus 2 ഇലക്ട്രോൺ. ഇതാണ് SH എന്ന് പറയുന്നത് ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി SH കാഥോഡ് ആവുമെന്ന് വിചാരിക്കുക. SH കാഥോഡ് ആവുക എപ്പോഴായിരിക്കും? SH ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞൊരു ഇലക്ട്രോഡാണ് SH ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഹൈഡ്രജന്റെ മുകളിലുള്ള ഏത് ഇലക്ട്രോഡും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിങ്ക് ആണെന്ന് വിചാരിക്കുക. അപ്പൊ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കുമ്പോൾ നമുക്ക് കാണാം 0.76 വോൾട്ട് ആണ് സിങ്കിന്റെ, പക്ഷെ ഹൈഡ്രജന്റെ ആണെങ്കിൽ 0 വോൾട്ട് ആണ്. അപ്പോ ഈ കണ്ടീഷനിൽ ഹൈഡ്രജൻ ആരായിട്ട് ആക്ട് ചെയ്യും? ഹൈഡ്രജൻ കാഥോഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഹൈഡ്രജൻ ഇലക്ട്രോഡ് കാഥോഡ് ആവുമ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് 2H plus 2 electron gives you H2 gas. 2H plus 2 electron gives you H2 gas. അപ്പൊ ആദ്യം നടക്കുന്ന എന്തായിരുന്നു? H2 gives 2H plus 2 electron. അതെന്തായിരുന്നു? SH ആനോഡ് ആവുമ്പോൾ. ഇപ്പൊ SH കാഥോഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 2H plus 2 electron gives you H2. അപ്പോ SH ക്ക് ആനോഡായിട്ടും കാഥോഡായിട്ടും ആക്ട് ചെയ്യാം. SH can act as both as anode as well as cathode, which depends upon the, അല്ലെങ്കിൽ depends only upon the electrode potential of the coupling electrode. അതായത് ഏത് ഇലക്ട്രോഡിനായിട്ടാണ് നമ്മൾ കപ്പിൾ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും SH ആനോഡായിട്ട് ആക്ട് ചെയ്യണോ അതോ കാഥോഡായിട്ട് ആക്ട് ചെയ്യണോ. അതുകൊണ്ടാണ് നമ്മൾ SH എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ഇലക്ട്രോഡ് ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട്. ഈ സെല്ലിലെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ SH യുടെ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നതാണ് ഞാൻ ഇനി എഴുതി തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, PT bar H2 ഗ്യാസ് ആണ് അല്ലെ, H2 ഗ്യാസ് ആണ്. അത് എത്ര പ്രഷറിലാണ്? 1 atm ലാണ്. അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം. ദെൻ പിന്നെ നമുക്ക് ആരാ വരുന്നത്? H plus എത്രയാണ്? 1 മോളാർ ആണ്. അതേസമയം തന്നെ ടെമ്പറേച്ചർ എത്രയാണ് അതിന്റെ? 298 കെൽവിൻ ആയിരിക്കണം. അപ്പൊ ഇതാണ് SH എന്നുള്ള സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. PT bar H2 bar H plus. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, this is the cell representation of SHE. അപ്പൊ എക്സാമിന് NH എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെയിം ഇത് തന്നെയാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് നോർമൽ ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ, രണ്ട് ബോത്ത് ആർ സെയിം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് SH വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇനി നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. സെൽ റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് SH യുടെ സെൽ റെപ്രസെന്റേഷൻ ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേ SH നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ സിങ്കിനായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇമാജിൻ നമുക്ക് സിങ്കിനായിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള വാല്യൂ ഒന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുക. അതായത് സിങ്കിന്റെ പൊട്ടൻഷ്യൽ അൺനോൺ ആണ്. നമ്മളിപ്പോ ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ സിങ്കിന്റെ വാല്യൂ ഉണ്ട്, അത് നമ്മൾ SH വെച്ചിട്ട് കണ്ടെത്തിയേക്കുന്നത്. അപ്പൊ അത് എങ്ങനെ കണ്ടെത്തിയേക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് പറയാൻ പോകുന്നത്. അപ്പോ ഇവിടെ SH ആനോഡ് ആവോ കാഥോഡ് ആവോ സിങ്കിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ? നമുക്കറിയാം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ സിങ്കിന് ശേഷമാണ് ഹൈഡ്രജൻ വരുന്നത്. തീർച്ചയായിട്ടും സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ SH കുറവാണ്. അതുകൊണ്ട് തന്നെ SH ഇവിടെ ആരായിട്ട് ആക്ട് ചെയ്യും? SH ഇവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. സിങ്ക് നമുക്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡ് ആർക്ക് കൊടുക്കണം? സിങ്കിന് കൊടുക്കണം. റൈറ്റ് സൈഡ് ആർക്ക് കൊടുക്കണം? SHക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം സിങ്ക് വരയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സിങ്ക് വരയ്ക്കുവാണ്. അപ്പൊ സിങ്ക് എന്ന് പറയുമ്പോൾ ദിസ് ഈസ് അവർ സിങ്ക് ഇലക്ട്രോഡ്. ഓക്കെ, ഇനി സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്. ഇതൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വിചാരിക്കുന്നു. ഇത് സിങ്ക് ആണ്. ഇതെന്ന് പറഞ്ഞാൽ എന്ത് സൊല്യൂഷനിലായിരിക്കും? ZnSO4 ആയിരിക്കും. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മൾ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യണം. അടുത്ത കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ SH ആണ്. അപ്പൊ SH എന്ന് പറയുമ്പോൾ SH ഡയഗ്രാം നേരത്തെ വരച്ചായിരുന്നു. It consists of a long glass tube and it contains a platinum wire which is connected to a platinum foil. And H2 gas is H2 gas at 1 atm pressure is applied through this hole. From this
pathway hydrogen is applied in 1 atmospheric pressure, and this long glass tube is dipped in 1 molar X plus solution, 1 molar X plus solution, or we can write it as 1 molar HCl solution at the temperature of 298 Kelvin. അപ്പോൾ നമ്മുടെ SHA ഒരു കാര്യം കൂടി ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഈ രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്യുന്നത് ഒരു സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്തുകൊണ്ടാണ്. സോൾട്ട് ബ്രിഡ്ജ്, ഓക്കെ, ഇതാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഓക്കെ, നമുക്കറിയാം സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി ബിറ്റ്വീൻ നമ്മളൊരു കാര്യം വെക്കണം, എന്താണ്, വോൾട്ട് മീറ്റർ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ വോൾട്ട് മീറ്റർ റീഡിംഗ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു, ഡിജിറ്റൽ വോൾട്ട് മീറ്റർ റീഡിംഗ് ആണ്. 0.76 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് നമ്മൾ എങ്ങനെയാണ് സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ SH വെച്ച് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോ E0 സെൽ വാല്യൂ ഈസ് ഗിവൺ. E0 സെൽ വാല്യൂ ഈസ് ഗിവൺ. അത് എത്രയാണ്? 0.76 വോൾട്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടായിരുന്നു E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അതായത് E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് ആണ്. റൈറ്റ് കാഥോഡ്, ലെഫ്റ്റ് ആനോഡ്. അപ്പൊ E0 കാഥോഡ് എന്ന് പറയുമ്പോൾ എത്ര വരിക? അത് നമുക്കറിയാം SH ആണ്, 0 ആണ്. E0 സെല്ല് നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 0.76 വോൾട്ട് എന്നുള്ളത്. ദെൻ 0.76 വോൾട്ട് തന്നിട്ട് ഇത് 0 വോൾട്ട് ആണ് നമുക്കറിയാം. ഇനി E0 ആനോഡ് ആണ്. അപ്പൊ E0 ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് നമ്മൾ എങ്ങനെ കാണിക്കണം? Zn 2+ ബാർ Zn 2+ ബാർ Zn. അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ കാണിക്കണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ UPS റൂൾ പ്രകാരം കൺസിഡർ ചെയ്യണം. അപ്പൊ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് E0ന്റെ എപ്പോഴും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് വേണം ഇവിടെ കാണിക്കാം. അപ്പൊ E0 Zn 2+ ബാർ Zn ഇങ്ങനെയായിരിക്കും റെപ്രസെന്റേഷൻ. ഫൈൻ. അപ്പൊ നമുക്ക് ഈ വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പോ എന്താണ് -E0 Zn 2+ 0.76. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാം? E0 Zn 2+ ബാർ Zn, അതായത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് ഈസ് ഈക്വൽ ടു -0.76 വോൾട്ട്. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ഇവിടെ കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് SHനെ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പൊ SH എന്ന് പറയുന്നത് മറ്റുള്ള ഇലക്ട്രോഡുകളിലെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യുന്ന റെഫറൻസ്, പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് ആണ്. പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയാൻ കാരണം അവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ടാണ് നമ്മൾ അവരെ പ്രൈമറി റെഫറൻസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോ ഇങ്ങനെയാണ്, ഈ തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? SH യൂസ് ചെയ്തിട്ട് സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇനിയിപ്പോ നമ്മൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഗാൽവനിക് സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ, അതേസമയം സെൽ റിയാക്ഷനും കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഇതിന്റെ ഇലക്ട്രോഡ് റിയാക്ഷൻസ് ഒക്കെ എഴുതേണ്ടതായിട്ട് വരും. അപ്പൊ അതും കൂടി ഞാൻ എഴുതി കാണിച്ചു തരുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ വേണം നിങ്ങളെല്ലാം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം ആനോഡിൽ എന്താണ് റിയാക്ഷൻ നടക്കുക നോക്കാം. അപ്പൊ ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ ആരാന്ന് നിങ്ങൾക്ക് അറിയാം. ആനോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ് വരിക. ആനോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിങ്ക് ആണ് വരിക. സിങ്കിന് എന്താണ് സംഭവിക്കുക? ഓക്സിഡേഷൻ ആണ്. Zn solid gives Zn 2++ 2 ഇലക്ട്രോൺ. അതിനുശേഷം കാഥോഡിൽ എന്താ സംഭവിക്കുക? ഈ 2 ഇലക്ട്രോൺ ആണ് ഈ വയറിലൂടെ അങ്ങനെ കയറി വന്നിട്ട് അപ്പുറത്തേക്ക് എത്തുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കണേ? 2H+ + 2 ഇലക്ട്രോൺ, 2H+ aqueous + 2 ഇലക്ട്രോൺ gives you H2 gas. ഇതാണ് എവിടെ നടക്കുന്നത്? കാഥോഡിൽ നടക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു, കാഥോഡ് ഇവിടെ എഴുതി വെക്കും. കാഥോഡ്. അപ്പൊ കാഥോഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്, നമ്മുടെ ഗാൽവനിക് സെല്ലാണ്. അപ്പൊ ആനോഡിൽ നടക്കുന്ന ഈ റിയാക്ഷൻ കാഥോഡിൽ നടക്കുന്നത് 2H+ + 2 ഇലക്ട്രോൺ gives you H2 gas. ഓക്കെ, ഇത് 2 ഇലക്ട്രോൺ ആണ്, ഇത് 2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോൺ ഇവിടെ എത്തുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? സെൽ റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ സെൽ റിയാക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ നെറ്റ് റിയാക്ഷൻ ആണ് നമ്മൾ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ രണ്ടും കൂടി നമ്മൾ സം ചെയ്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഈ 2 ഇലക്ട്രോണും ഈ 2 ഇലക്ട്രോണും കട്ടായി പോകും. നമുക്ക് ഓവറോൾ റിയാക്ഷൻ എന്താ കിട്ടുക? Zn + 2H+, Zn solid + 2H+ aqueous gives you Zn 2+ aqueous + H2 gas. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവരെന്താണ്? ഇത് ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ്. ആനോഡ്, കാഥോഡ് അത് ഇലക്ട്രോഡ് റിയാക്ഷനും ഇതെന്ന് പറയുന്നതാണ് സെൽ റിയാക്ഷൻ അല്ലെങ്കിൽ നെറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് സെൽ റെപ്രസെന്റേഷനും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പെർട്ടിക്കുലർ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ നമ്മൾ എഴുതുന്നത്? അതാണ് നമുക്ക്
ഞാൻ ഈ കാണിച്ചു തരാൻ പോകുന്നു. അപ്പൊ ഈ സൈഡ് നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ സെൽ റെപ്രസെന്റേഷൻ കാണിക്കണം. അപ്പോൾ സെൽ വേണമെങ്കിൽ ഇങ്ങനെ താഴെ തന്നെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വിചാരിക്കും. അപ്പൊ ഒന്നും വായിക്കേണ്ട കാര്യം വരുന്നില്ല. അപ്പൊ സെൽ റെപ്രസെന്റേഷൻ എഴുതുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആനോഡിൽ നിന്ന് വേണം എഴുതാൻ. അപ്പൊ ആനോഡ് എഴുതുമ്പോൾ എവിടെ നിന്ന് എഴുതണം? ആനോഡിന്റെ മെറ്റൽ പാർട്ടിൽ നിന്ന് എഴുതണം. അപ്പൊ ആരാണത്? Zn. ഇനി ബാർ Zn2+. Zn2+. അപ്പൊ Zn സോളിഡ് ആണ്, Zn2+ അക്വസ് ആണ്, അതൊക്കെ മെൻഷൻ ചെയ്യാം. പിന്നെ ആരാണ്? സോൾട്ട് ബ്രിഡ്ജ്. അപ്പോ ആനോഡ് ആയതുകൊണ്ട് മെറ്റലിൽ നിന്ന് തുടങ്ങി ചാർജിൽ അവസാനിച്ചു. പിന്നെ സോൾട്ട് ബ്രിഡ്ജ് വന്നു. സോൾട്ട് ബ്രിഡ്ജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാഥോഡാണ്. കാഥോഡാണ്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് എഴുതണം? ചാർജിൽ നിന്ന് എഴുതിയിട്ട് മെറ്റലിൽ അവസാനിക്കണം. അപ്പൊ ഇവിടെ ചാർജിൽ നിന്ന് എഴുതാന്ന് പറയുമ്പോൾ X+ ആണ് ബാർ. പിന്നെ ആരാ വരിക? X2 ആണ് ബാർ. പിന്നെ ആരാ വരിക? PT. മെറ്റലിൽ അവസാനിച്ചു. X2 X+ എന്ന് പറഞ്ഞാൽ എത്ര മോളാറാണ്? 1 മോളാർ ആണ്. അതേസമയം 298 കെൽവിൻ ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. X2 ഗ്യാസ് ആണ്. അതേസമയം ഇത് എത്ര അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ്? 180 ലാണ്. ഓക്കെ, 180 ലാണ്. അപ്പൊ ഈ കാര്യം കൂടി നമ്മളിവിടെ മെൻഷൻ ചെയ്തിടാം. അപ്പോൾ നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ പൂർത്തിയായി. അപ്പൊ നമ്മുടെ സെൽ റെപ്രസെന്റേഷൻ എന്താണ്? ആനോഡ് ലെഫ്റ്റ് സൈഡ്, കാഥോഡ് റൈറ്റ് സൈഡ്. ആനോഡ് എഴുതുമ്പോൾ നമ്മൾ മെറ്റലിൽ നിന്ന് തുടങ്ങി ചാർജിൽ അവസാനിച്ചു. കാഥോഡ് നമ്മൾ എഴുതുമ്പോൾ ചാർജിൽ തുടങ്ങി മെറ്റൽ ആയിട്ടുള്ള പ്ലാറ്റിനത്തിൽ നമ്മൾ അവസാനിക്കുന്നു. ഹൈഡ്രജന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാ? അത് നമ്മള് എവിടുന്ന് തുടങ്ങണം? നമ്മള് പ്ലാറ്റിനത്തിൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് H2 ഗ്യാസ് കാണിച്ചിട്ട് ശേഷം പിന്നെ നമുക്ക് ആരെ വരിക? X+ വരെ. ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് കപ്പിൾ ചെയ്തിട്ടില്ല, വേറെ ആരായിട്ടും കപ്പിൾ ചെയ്തിട്ടില്ല. SH തനിയെ ഇരിക്കുമ്പോഴുള്ള റെപ്രസെന്റേഷൻ ആണ് ഇത്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. പക്ഷെ കപ്പിൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് സൈഡിലെ ആനോഡ്, റൈറ്റ് സൈഡിലെ കാഥോഡ്. ആനോഡ് എഴുതുമ്പോൾ മെറ്റലിൽ നിന്ന് തുടങ്ങുക, ചാർജിൽ അവസാനിക്കുക. കാഥോഡ് എഴുതുമ്പോൾ ചാർജിൽ തുടങ്ങുക, മെറ്റലിൽ അവസാനിക്കുക. അപ്പൊ ഇത് റിവേഴ്സ് ആയി പോയി. കാരണം എന്താ? SH എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? കാഥോഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ SH ഡയഗ്രത്തിൽ റൈറ്റ് പൊസിഷനിൽ വരയ്ക്കുന്നത്. അപ്പൊ കാഥോഡ് എപ്പോഴും റൈറ്റിലാണ് സ്ഥാനം, ആനോഡ് എപ്പോഴും ലെഫ്റ്റിലാണ് സ്ഥാനം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോ Zn പകരം സിങ്കിന് പകരം കോപ്പർ തന്നു വിചാരിക്കുക. കോപ്പർ ആണ് നിങ്ങളുടെ അടുത്ത് കാണാൻ പറഞ്ഞേക്കണം എന്ന് വിചാരിക്കുക. കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് നിങ്ങളുടെ അടുത്ത് കാണാൻ പറഞ്ഞേക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഡയഗ്രത്തിൽ എന്ത് ചേഞ്ച് ആണ് നിങ്ങൾ വരുത്തേണ്ടത്? നിങ്ങൾ നോക്കി നോക്കുക, നിങ്ങൾ വരയ്ക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോ നിങ്ങൾക്ക് സിങ്കിന് പകരം കോപ്പർ തന്നു വിചാരിക്കുക. നമുക്ക് നോക്കി നോക്കാം അത് എങ്ങനെയാ വരിക എന്നുള്ളത്. അപ്പോ ഹൈഡ്രജൻ ഉണ്ട്, SH ഉണ്ട്, കോപ്പറും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ് ഇതിന്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത്. SH കഴിഞ്ഞിട്ടാണ് നമുക്ക് ആര് വരുന്നത്? കോപ്പർ വരുന്നത്. ശരിയല്ലേ? SH കഴിഞ്ഞതിന് ശേഷമാണ് കോപ്പർ വരുന്നത്. അപ്പൊ SH എന്ന് പറയുന്നത് 0 വോൾട്ട് ആണെന്നുള്ളത് നമുക്കറിയാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണെന്ന് അറിയാം. കോപ്പറിനെ സംബന്ധിച്ച് അത് +0.34 വോൾട്ട് ആണ്. നിങ്ങൾക്ക് വാല്യൂ അറിയണമെന്ന് ഞാൻ പറയുന്നില്ല. I'm just telling that order. ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ഓർഡർ പ്രകാരം കോപ്പർ ആണ് നമുക്ക് കൂടുതൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ SH ഇവിടെ ആരായി? SH ഇവിടെ ആനോഡായി. കോപ്പർ നമുക്ക് എന്തായി? കാഥോഡായി. അപ്പൊ ആനോഡിനെ നമ്മളിപ്പോ എവിടെ വരയ്ക്കണം? ലെഫ്റ്റിൽ വരയ്ക്കണം. കാഥോഡിനെ നമ്മൾ എവിടെ വരയ്ക്കണം? റൈറ്റിൽ വരയ്ക്കണം. അപ്പൊ അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. SH ഞാൻ ആദ്യം വരയ്ക്കുകയാണ്. SH ആനോഡ് ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റിൽ വരയ്ക്കണം എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. H2 ഗ്യാസ് ആണ്, 180. നേരത്തെ നമ്മൾ പാസ് ചെയ്ത പോലെ തന്നെ. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? 1 മോളാർ സൊല്യൂഷൻ ആണ്. 1 മോളാർ H+ സൊല്യൂഷൻ ആണ്. H+ സൊല്യൂഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ 298 കെൽവിൻ. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാറ്റിനം വയർ ആണ്. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് പ്ലാറ്റിനം ഫോയിൽ ആണ്. അത് നമ്മൾ മാർക്ക് ചെയ്തത് മാത്രം. ഇനി നമുക്ക് ഇവിടെ എന്തുണ്ട്? സോൾട്ട് ബ്രിഡ്ജ് ആണുള്ളത്. സോൾട്ട് ബ്രിഡ്ജ് എങ്ങോട്ടൊക്കെയാണ് കൊടുത്തേക്കുന്നത്? നമ്മുടെ കോപ്പർ ഇലക്ട്രോഡിലേക്കാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ കോപ്പർ ഉണ്ട്, ഇവിടെ കോപ്പർ ഉണ്ട്. ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ആണ്. CuSO4 സൊല്യൂഷൻ ആണിത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കോപ്പർ ആണ്. ഇനി ഇവർ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തേക്കുന്നത് ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ വഴി ഇവരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിജിറ്റൽ വോൾട്ട് മീറ്ററിൽ നമുക്ക് റീഡിംഗ് തന്നിട്ടുണ്ട് 0.34 വോൾട്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഈ രീതിയിലാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ് ആണെന്നുള്ള മനസ്സിലാക്കുക. ഇത് സോൾട്ട് ബ്രിഡ്ജ് ആണ്, ഇത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഓക്കെ,
ദിസ് ഈസ് സോൾട്ട് ബ്രിഡ്ജ്. അപ്പൊ ഇനി നമ്മൾ നോക്കാം, നമുക്ക് ഇവിടെ റിയാക്ഷൻസ് നോക്കി നോക്കാം. ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഇപ്പോ ആനോഡ് ഈസ് ഹാവിംഗ് നെഗറ്റീവ് ചാർജ്, അത് ആരാണ്? നമ്മുടെ SH ആണ്. അപ്പൊ SH ആനോഡ് ആവുമ്പോൾ റിയാക്ഷൻ എന്താ? നേരത്തെ നമ്മൾ എഴുതിയിരുന്നു H2 gives 2x plus 2 ഇലക്ട്രോൺ, 2x plus 2 ഇലക്ട്രോൺ. ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? ആനോഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഈ 2 ഇലക്ട്രോൺ കയറി കോപ്പറിലേക്ക് എത്തും. അപ്പൊ കോപ്പറിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ കാഥോഡ് റിയാക്ഷൻ ആയിട്ട് എഴുതുന്നത്. സോ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? Cu2 plus aqueous plus 2 ഇലക്ട്രോൺ gives you Cu solid. അപ്പൊ ഇതിന്റെ സെൽ റിയാക്ഷൻ എന്താ വരിക? ഇതിന്റെ നെറ്റ് റിയാക്ഷൻ എഴുതാം. 2 ഇലക്ട്രോൺ ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? H2 gas plus Cu2 plus aqueous gives you Cu solid plus 2H plus aqueous. ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സെൽ റിയാക്ഷൻ ഇതെന്താണ്? ഇലക്ട്രോഡ് റിയാക്ഷൻ ആണ് ആനോഡും കാഥോഡും. ഇനി സെൽ റെപ്രസെന്റേഷൻ എഴുതണമെങ്കിലോ? സെൽ റെപ്രസെന്റേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആനോഡും റൈറ്റ് സൈഡ് ആരാണ്? കാഥോഡും ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ആനോഡ് SH ആണ്. അപ്പൊ നമ്മൾ എന്തിൽ നിന്ന് തുടങ്ങണം? മെറ്റലിൽ നിന്ന് തുടങ്ങണം. എന്നിട്ട് പിന്നെ നമ്മൾ എന്തിലും അവസാനിക്കണം? ചാർജിൽ അവസാനിക്കണം. അപ്പൊ H2 ഗ്യാസ് ആണ് ഇവിടെ വരിക. ഇത് എത്രയാണ്? 180 m ആണ് ബാർ. പിന്നെ ആരാണ്? X പ്ലസ് ആണ്. അത് എത്രയാണ്? 1 മോളാർ ആണ്. 298 കെൽവിൻ ആണ്. പിന്നെ എന്താണ്? സോൾട്ട് ബ്രിഡ്ജ് വരും. ഇനി നമുക്ക് വരുന്നത് കാഥോഡ് പാർട്ട് ആണ്. അപ്പൊ Cu2 പ്ലസ് ചാർജിൽ നിന്ന് തുടങ്ങണം. എന്നിട്ട് എന്തിൽ അവസാനിക്കണം? മെറ്റലിൽ അവസാനിക്കണം. സോ ദിസ് ഈസ് ദ സെൽ റെപ്രസെന്റേഷൻ. പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ദിസ് ഈസ് ദ സെൽ റെപ്രസെന്റേഷൻ. ഇനി നമുക്ക് കാണേണ്ടത്, നമ്മുടെ കാണാൻ വന്ന കാര്യം ഇതായിരുന്നു. എന്താണ്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ നമ്മൾ എങ്ങനെയാണ് SH വെച്ച് കാണുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? E0 സെൽ ഈസ് ഈക്വൽ ടു E0 കാഥോഡ്. ചില ആളുകൾ E0 റൈറ്റ് മൈനസ് E0 ലെഫ്റ്റ് കുഴപ്പമില്ല. അപ്പൊ റൈറ്റ് എന്ന് പറയുന്നത് കാഥോഡ് ആണ്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഓക്കെ. അപ്പൊ E0 കാഥോഡ് ആരാണ്? കോപ്പർ ആണ്. കോപ്പറിന്റെ കാര്യം നമുക്ക് അറിയില്ല. പക്ഷെ E0 സെല്ല് നമുക്ക് തന്നിട്ടുണ്ട്. എത്ര? 0.34 വോൾട്ട്. അപ്പൊ E0 കാഥോഡ് കോപ്പർ ആയതുകൊണ്ട് നമ്മൾ അതിന്റെ റെപ്രസെന്റേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. E0 Cu2 പ്ലസ് ബാർ Cu മൈനസ് ആനോഡ് ആരാണ്? നമ്മുടെ SH ആണ്. SH യുടെ വോൾട്ടേജ് നമുക്കറിയാം. E0 SH എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടി. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു 0.34 വോൾട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, അൺനോൺ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ SH നെ എന്തെന്ന് പറയുന്നത്? റഫറൻസ് ഇലക്ട്രോഡ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി, സെക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡ് ആനോഡ്, റൈറ്റ് സൈഡ് കാഥോഡ്. അതേപോലെ സെൽ റെപ്രസെന്റേഷൻ എഴുതുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് സൈഡ് ആനോഡ്, റൈറ്റ് സൈഡ് കാഥോഡ്. ഓക്കെ.